ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു മക്രോണിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പൈസി ആയിട്ടുള്ള ഒരു മക്രോണിയുടെ റെസിപ്പിയാണ്. ഇനി ഈ മക്രോണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. മക്രോണി ഞാൻ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2-2.5 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. വേവിച്ച് ഊറ്റിയതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കോഴിമുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഇവിടെ ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പ് ചേർത്ത് ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചിക്കിയെടുക്കാം. മക്രോണി വേവിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മക്രോണി വേവിക്കുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാൻ മറക്കരുത്. ഊറ്റുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ ഊറ്റിയെടുക്കുകയും വേണം. അതിൽ നല്ലൊരു കൊഴുപ്പുണ്ടായിരിക്കും. അത് പോവാൻ വേണ്ടിയാണ് തണുത്ത വെള്ളത്തിൽ ഊറ്റിയെടുക്കുന്നത്. ഇത് ഞാൻ കോഴിമുട്ട ചേർത്തിട്ടുള്ള മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ഇനി മുട്ട ചിക്കിയത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതേ പാനിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. അത് ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഇതൊന്ന് പൊട്ടിപ്പൊരിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് ഒരു പിടി വെളുത്തുള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾ കഴിക്കുന്നത് കാരണമാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിലോട്ട് വലിയ 2 ഉള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും പാനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മക്രോണി വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഈ ഉള്ളി നല്ലോണം ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാരറ്റ് കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ 2 പൊടികളും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബും ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും.
ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി പൊടികൾ, മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോഴും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇവയുടെയെല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചതിനു ശേഷം ഇതിലോട്ട് ഞാൻ ചൂടുവെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ക്യാരറ്റ് വെന്ത് കിട്ടാനും ഈ തക്കാളി ഒന്ന് വെന്തുടയാനും വേണ്ടിയാണ് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ചേർക്കുന്നത് കാരണമാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത്. സോയാ സോസിലും ഉപ്പിൻ്റെ അളവ് കൂടുതലുള്ളത് കാരണമാണ്. ഇനി ഈ സോസുകളെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒരുപാട് ഡ്രൈ ആവേണ്ട, ഒരിത്തിരി വെള്ളം ഇതിൽ ഉണ്ടായിരിക്കണം. അതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും വെള്ളം ഇതിൽ ഉണ്ടായിരിക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ മക്രോണി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ മക്രോണി ചേർത്ത് കൊടുത്ത് ഈ മസാല നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇത്തിരി അതിൽ ആ മസാലയിൽ വെള്ളമുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾ ഈ മക്രോണി വേവിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിക്കോളും. അതിനാണ് കുറച്ച് വെള്ളം അതിൽ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇനി ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച്
ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മക്രോണി ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.